നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ഒരു വട്ടം കൂടി മാത്രമേ ഗോപാലകൃഷ്ണൻ ശാരദയുടെയും മക്കളുടെയും ജീവിതത്തിൽ ഇടപെടൂ. വീണ്ടും ഒരു വട്ടം കൂടി അതിനെന്നെ നിർബന്ധിക്കരുത്. ശാരദ പൊയ്ക്കോളൂ. കുടുംബശ്രീക്ക് മേലെ പുതിയൊരു പ്രഭാതമുണ്ടാകും. സുസ്മിതയെ കൊണ്ടുള്ള ശല്യം ഒരു വിധത്തിൽ ഒതുങ്ങിയല്ലോ എന്ന് കരുതിയിരുന്നതാ. അതിനു പിന്നാലെ ഇപ്പൊ അവളുടെ അമ്മ. ശാലിനിക്കും വിഷ്ണുവിനും ഒരു കാലത്ത് മനസമാധാനം കൊടുക്കില്ല എന്ന് തോന്നുന്നു. സുസ്മിതയുടെ അമ്മയെ സത്യമ്മ എന്തിനോ ഭയക്കുന്നുണ്ടമ്മേ. അതെന്തിനാണെന്ന് കുഞ്ഞീച്ചിക്കും വിഷ്ണുവേട്ടനോടൊക്കെ ആർക്കും പിടികിട്ടുന്നില്ല. ആ സാറേ. ശാരദാമേ, എന്തു പറ്റി കുറുപ്പ് സാറേ? ഒന്നും പറ്റിയതല്ല ശാരദാമേ, പറ്റിയതൊന്നും പറയാനുമില്ല. എന്താ കുറുപ്പ് സാറേ? ശാരദാമ ഇതൊന്ന് വായിച്ചു നോക്കിയേ. അയ്യോ, ഇത് ശാലിനിയല്ലേ? നോക്കടേ, ശാലിനിയുടെ പടം. എന്താടി, അവളെന്തേലും കുഴപ്പമുണ്ടാക്കിയോ? അവളുടെ പടം എന്തിനാ പത്രത്തില്? കുഴപ്പം തന്നെയമ്മേ, വലിയ കുഴപ്പമാ. ആ കുഞ്ഞേച്ചി കളക്ടർ പരീക്ഷ ജയിച്ചമ്മേ, അത് 2 റാങ്ക്. ഈശ്വരാ, സത്യം? നുണ പറയാനാണെങ്കിൽ എന്തിനാ ശാരദാമേ ഞാനിങ്ങനെ രാവിലെ ഇവിടെ വരെ മെനക്കെട്ട് വരുന്നത്? ഇവളിൽ എനിക്കൊരു മകൻ പിറക്കും. അവനെ ഞാൻ IAS ഓഫീസറാക്കൂടി. നിന്റെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന കളക്ടർ. ഇത് സാക്ഷിയാക്കി പറയാ. ആൺമക്കളെ തേടി പോയിക്കോ ഗോപാലന്. പക്ഷേ ഒരു പെണ്ണിനെ കൊണ്ട് എന്താവുന്നു, പെൺമക്കളെ കൊണ്ട് എന്താവുന്നു കാണിച്ചു തരും കാലം. ഓളെ വിശ്വസിക്കാനാവുന്നില്ല. സത്യമേ, ദേ നോക്കി. ഇന്ന് രാവിലെയാ UPSCയുടെ വെബ്സൈറ്റിൽ റിസൾട്ട് വന്നത്. അതും പുലർച്ചെ. ലാസ്റ്റ് എഡിഷനിലുള്ള പത്രങ്ങൾ മാത്രമേ വാർത്ത വന്നിട്ടുള്ളൂ. ശാലിനിയുടെ ഫോട്ടോ അവര് ഹാൾ ടിക്കറ്റിൽ നിന്നോ മറ്റോ ഒപ്പിച്ചതാണെന്ന് തോന്നുന്നത്. അമ്മേ, നമുക്കെന്താ ചെയ്യണ്ടേ? കുറുപ്പ് സാറേ, അവള് ശാലിനി ഇത് അറിഞ്ഞിരിക്കാൻ വഴിയുണ്ടോ? ഒരു സാധ്യതയില്ല ശാരദാമേ. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് എഡിഷൻ പത്രങ്ങളിൽ മാത്രമേ വാർത്ത വന്നിട്ടുള്ളൂ. റിസൾട്ട് പുറത്തുവിട്ടത് ഇന്ന് പുലർച്ചെയാ. അപ്പൊ ഒരു കാരണവശാലും ശാലിനി അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. അമ്മേ, നമുക്കിത് ആദ്യം കുഞ്ഞിച്ചി അറിയിക്കണ്ടേ? വേണം മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, എന്താ സംഭവം? നമ്മുടെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന്റെ പത്രത്തിൽ വന്നിട്ടുണ്ടെന്ന്. എന്താ എന്തുപറ്റി? ഒന്നും പറ്റില്ലടാ. ദാ നീ പത്രം നോക്കടാ. ദാ എന്താ വിഷ്ണുട്ടാ? എടുത്തു പിടിച്ചേ.
വിഷ്ണുട്ടാ എന്തായി കാണിക്കുന്നെ വിഷ്ണുട്ടാ എന്തായി കാണിക്കുന്നേ എന്റെ ദൈവമേ വിഷ്ണുട്ടാ അയ്യോ ശാലിനി വിഷ്ണുട്ടാ എന്നെ താഴെ ഇറക്കി എന്തായി കാണിക്കുന്നേ ശ്ശെ. ശാലിനി എടോ ഇനി നാ താഴെ നിൽക്കേണ്ട ആണല്ലോടോ IAS ദേ ഇത് നോക്ക് കണ്ട ദേ വാർത്ത പത്രത്തിലുണ്ടോ ഫോട്ടോ അടക്കം അപ്പോ ഹോട്ടൽ ഉദ്ഘാടനത്തിന് വാർത്തയല്ലേ? അയ്യോ ഹോട്ടൽ ഉദ്ഘാടനത്തിനൊക്കെ വാർത്ത ആർക്ക് വേണോടോ? ദേ ശാലിനി നമുക്ക് കിട്ടിയിരിക്കുന്നതേ അഖിലേന്ത്യാ പരീക്ഷയിൽ 2ാം റാങ്കാ. ചെറിയ കാര്യമാണോ അത്? ഹിന്ദിക്കാരായ പഞ്ചാബികളെയും ഗുജറാത്തികളെയൊക്കെ നടത്തി അടിച്ചിട്ടാ 2ാം റാങ്ക്. നിസ്സാര കാര്യമാണോ അത്? എന്താടോ സന്തോഷായില്ലേ തനിക്ക്? വിഷ്ണുട്ടാ എങ്ങനെങ്കിലും കടന്നുകൂടാന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷെ 2ാം റാങ്ക് ഇതൊന്നും എന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. മോൾക്ക് 1ാം റാങ്ക് കിട്ടാത്ത എന്താന്നുള്ള അതിശയം മാത്രമേ എനിക്കുള്ളൂ. അത്രയ്ക്ക് മിടിക്കുക എന്റെ മോള്. അതെ അത് പിന്നെ വിഷ്ണുവിന്റെ ഭാര്യയാണല്ലോ. ഓ പിന്നെ ലാടാ നീ എത്ര ക്ലാസ് പഠിച്ചെന്നേ പുറത്ത് പറയണ്ട കേട്ടോ. അച്ഛോ, അത് പിന്നെ ഞാൻ മനസ്സ് വെക്കാത്തോണ്ടല്ലേ. ഓ പിന്നെ നീ മനസ്സ് വെച്ചിരുന്നെങ്കിൽ അങ്ങ് കുറെ മറിച്ചാനെ. മോളെ ഇതിപ്പോ IAS കിട്ടിയില്ലേ മോളെ? പിന്നെന്താച്ചാ 2ാം റാങ്ക് എന്നൊക്കെ പറഞ്ഞാ നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ കിട്ടും. അതെ ഇത് 2ാം റാങ്കാണ്. ഇനിയിപ്പോ അവർ തന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങും. അല്ല മോളെ ശാരദാമ്മയോട് പറയണ്ടേ? പറയണ അച്ഛാ. ശാരദാമ്മ വന്നല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ ആതിര വിഷമിക്കണ്ട, അവരിപ്പ ഇങ്ങെത്തും. എന്താ നിങ്ങൾ വൈകിയത്? എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവധിയെടുത്തേയും ഞങ്ങളെ ഫോളോ ചെയ്തു വന്നു. സച്ചേട്ടാ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് ഞങ്ങൾ കാറിന്റെ വേഗത കൂട്ടി മറ്റൊരു റോഡിലേക്ക് കയറി. പിന്നെ അടുത്തേ കണ്ടില്ല. ആ അത് നന്നായി. എന്തായാലും ഇങ്ങനൊരു കാര്യം അവന്തിക ചിന്തിച്ചു കാണില്ല. എന്തായാലും നിന്ന് സമയം കളയണ്ട. സന്ദീപേ, നീ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. അർച്ചന, നീ ടെൻഷൻ ആവണ്ട.
അവന്തിക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നെങ്കിൽ അവൾ എപ്പോഴും ഇവിടെ എത്തിയേനെ. നീ സമാധാനായിട്ടിരിക്കും, എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഹലോ, മീര ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ആതിര എവിടെ ഉണ്ടോ? ഇല്ല, രാവിലെ അവൾ അമ്പലത്തിൽ പോവാന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. എന്തു പറ്റി? ആതിര ഏതമ്പലത്തിലാ സാധാരണ പോകുന്നത്? ഇവിടെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട്, അവിടെ പോവാറ്. എന്തേലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. പിന്നെ ഇവിടുന്ന് പോയപ്പോ അവളുടെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല സംശയമുണ്ട്. എന്ത്? സന്ദീപിന്റെ കൂടിയെങ്ങാനും ഇനി. എന്തായാലും അവന്തിക ഒന്ന് അന്വേഷിച്ചേക്ക്. നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേര്. ശരി, ഞാൻ നോക്കിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വരനെ വിചാരിച്ച് ഐശ്വര്യമായി ഈ താലി ആതിരയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുക. നീ ഇനി ടെൻഷൻ ആവണ്ടടാ. നിയമപരമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. താലി കെട്ടുന്നതാ അതിന്റെ ഒരു ഭംഗിയും പൂർണ്ണതയും. നീ ധൈര്യമായിട്ട് കെട്ടിക്കോടാ. ഇതൊരു ക്ഷേത്രത്തിൽ വെച്ചാണെന്ന് കരുതിയാൽ മതി. ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. പിടിച്ചോ, ഇട്ടുകൊടുക്ക. മോളിട്. ചേച്ചി, ഞങ്ങളുടെ ഈ ജീവിതത്തിന് ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ചേച്ചിയോട്. ഞങ്ങളെയും ഞങ്ങളുടെ ഇഷ്ടത്തെയും മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ നന്ദി പറയേണ്ട എന്നോടല്ല, സച്ചേനോടാ.
സച്ചേട്ട് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും നടക്കില്ലായിരുന്നു. പിന്നെ ദേവരോടും. നിങ്ങൾ രണ്ടുപേരും സച്ചേട്ടന് അനുഗ്രഹം വാങ്ങിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വന്തമായി സൗന്ദര്യം മാത്രമല്ലാതെ അവൾക്ക് മറ്റൊന്നുമില്ല. ഞാൻ അവളെ കല്യാണം കഴിച്ച ഇപ്പോ ഉള്ള എന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതെല്ലാം പറയുന്നത് നീ തന്നെയല്ലേ? എന്നെ കൊണ്ട് നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ഒരു പെണ്ണായിട്ട് കൂടി ഞാൻ ചെയ്തു തന്നു. അതെ, നീ അത് വെറുതെ ചെയ്തു തന്നെയൊന്നും അല്ലല്ലോ. മാളൂനെ നിനക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തരാന്ന് ഞാനും പറഞ്ഞതല്ലേ? അതെ, അന്ന് അതായിരുന്നു സിറ്റുവേഷൻ. പക്ഷെ ഇപ്പൊ അവസ്ഥ അതല്ല. ഇപ്പൊ എനിക്ക് മാളു ഇവിടെ വേണം. മഹിയേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടാന്ന് സമ്മതിച്ചിരിക്കുന്നത് മാളുവിന് വേണ്ടിട്ടാ. വിവാഹം കഴിയും മുമ്പ് മാളു ഇവിടുന്ന് പോയാ പിന്നെ മഹിയേട്ടൻ എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അതുകൊണ്ട് എന്റെ വിവാഹം കഴിയുന്നത് വരെ നീ മാളുവിന് ഒന്നും ചെയ്യരുത്. നിനക്ക് നിന്റെ കാര്യം വലുതാണെങ്കിൽ എനിക്ക് എന്റെ കാര്യവും വലുതാണ്. മാളുവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തൊന്നും പറയാത്തത്? നീ പറഞ്ഞതുപോലെ ചെയ്യാം. പക്ഷെ ഗംഗയുടെ വിവാഹത്തിന് മുമ്പ് എന്റെ ആഗ്രഹം നടക്കണം. അതിന് നീ എന്നെ സഹായിക്കണം. ഞാൻ ശ്രമിക്കാന്നല്ലാതെ എന്തു പറയാന്? എത്ര അവസരം നിനക്ക് കിട്ടി? നീ അതൊന്നും ഉപയോഗിക്കാതെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന് പറഞ്ഞാ എനിക്കെന്ത് ചെയ്യാൻ പറ്റും രാഹുൽ? ഞാൻ ശ്രമിക്കാനിട്ടല്ലോ. അവസരം ഒത്തുവന്ന് ഞാൻ ഗംഗയെ സമീപിക്കാൻ നോക്കുമ്പോഴെല്ലാം അവളെ രക്ഷിക്കാൻ ഏതോ ഒരു അജ്ഞാത ശക്തി വരും. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവള് പ്രാർത്ഥിക്കുന്ന ശ്രീ മഹേശ്വരനാണോ അവളുടെ രക്ഷയ്ക്കായി വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അതെനിക്കുറപ്പാ. ആ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ നീ അതറിഞ്ഞ ഈ വീട്ടിൽ എല്ലാരും അതറിയും. ഗൗരിയുടെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടെന്ന് മഹേട്ടൻ അറിഞ്ഞാൽ ഒരിക്കലും ഗൗരി ഒഴിപ്പിക്കാൻ മഹേട്ടൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ഒരു മറുപടി പറ ശ്രേയ. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. നിനക്ക് ഇനി അവസരങ്ങൾ വരും. അധികം മദ്യം കഴിക്കാതെ നീ ഗംഗയൊന്ന് സമീപിച്ചു നോക്ക്. അപ്പോ നിന്റെ പല തോന്നലുകളും ഇല്ലാതാവും. ഞാൻ പറഞ്ഞതൊന്നും മദ്യത്തിന്റെ പുറത്തുണ്ടായ തോന്നലുകളല്ല. അതെന്താ നീ മനസ്സിലാക്കാത്തെ? ഓക്കെ ഓക്കെ, ഐ അഗ്രീഡ്. നീ ടെൻഷൻ ആവണ്ട. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാനും ചെയ്യാം. പോരെ? ഓക്കെ, അത് മതി. എന്നാ ഞാൻ പോയി കഴിക്കട്ടെ. എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ ഓക്കെ. ശ്രേയയെ വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. കാര്യങ്ങൾ എന്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗംഗേ, പേടിക്കണ്ട. ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഗംഗ സത്യം പറയണം. പറയൂ? പറയാം. നകുലുമായുള്ള വിവാഹത്തിന് ഗംഗയ്ക്ക് താല്പര്യമില്ലേ? ഗംഗ മറുപടി പറഞ്ഞില്ലല്ലോ. സത്യം പറയാന്ന് എനിക്ക് വാക്ക് തന്നതാ. എന്റെ ഇഷ്ടങ്ങള് ഞാൻ നോക്കിയിട്ടില്ല. മുത്തശ്ശി പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താ?
ഈ വിവാഹത്തിന് ഗംഗയ്ക്ക് ഇഷ്ടമില്ല എന്നാണോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. മുത്തശ്ശി എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കും. അത് ശരിയായിരിക്കും. പക്ഷെ ഒരു ജന്മം മുഴുവനും ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം മുത്തശ്ശിയുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ച് തീർക്കേണ്ടി വരുന്നത് എത്ര കഷ്ടമാണ്. അത് ഒരുതരം സ്വയം ശിക്ഷിക്കലല്ലേ? ഗംഗയ്ക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഗംഗയുടെ വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരിക്കൽ പോലും ഈ മുഖത്ത് ഞാനൊരു പുഞ്ചിരി കണ്ടിട്ടില്ല. ഒരു സന്തോഷം മിന്നി മറയുന്നത് പോലും കാണാൻ സാധിച്ചിട്ടില്ല. ഒരു വാക്ക് ഗംഗ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ രക്ഷിക്കാം ഗംഗയെ. ഈ വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ സഹായിക്കാം. എല്ലാം രാഹുലേട്ടന്റെ തോന്നല. എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മുത്തശ്ശി എല്ലാം തീരുമാനിച്ചപ്പോഴേ ഞാൻ മനസ്സുകൊണ്ട് അതിന് തയ്യാറായി. ഗംഗയുടെ ജീവിതം തീരുമാനിക്കേണ്ടത് ഗംഗ തന്നെയാണ്, അല്ലാതെ മുത്തശ്ശിയല്ല. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് 2 തലമുറകളുടെ വ്യത്യാസമുണ്ട്. അത് ഗംഗ മറന്നു പോകരുത്. ഇല്ല, മുത്തശ്ശി പറയുന്നതും ചെയ്യുന്നതും എല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അതല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ ഗംഗയുടെ ഇഷ്ടങ്ങൾ അറിയാൻ മുത്തശ്ശിയുടെ മനസ്സിന് പറ്റില്ല. ഗംഗയ്ക്ക് മുത്തശ്ശിയോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത്. ഗംഗയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ഞാൻ പറയുന്നത് ഗംഗയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നുള്ളൂ. എന്റെ എല്ലാ ഇഷ്ടങ്ങളും മുത്തശ്ശി പറയുന്ന പോലെയാ. ഗംഗ, ഞാൻ നിന്റെ ഉള്ളിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ട് ഗംഗ, അതെനിക്കറിയാൻ പറ്റുന്നുണ്ട്. നീ എന്റെ കൈ തന്നെ വരും, അതെനിക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, എന്താ പോലെ ഒരു കാര്യം ഞാൻ ശരിയെന്നാ ഞാൻ കളിയല്ലേ. ശരി. എന്താ ശ്രീദേവി? മുഹൂർത്തം അടുത്ത് വരുമ്പോ നെഞ്ചിനുള്ളിലൊരു പെടച്ചില്ല അച്ഛാ. എന്തിന്? സഞ്ജു എന്തെങ്കിലും ശ്രീദേവിയോട് പറഞ്ഞോ? അത് അച്ഛനോട് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. എന്താ മോളെ? ആ സമയം കൂടി സമാഗതമാകാൻ പോവുകയാണ്. നിങ്ങൾ അവളെ കാണാൻ പോകുന്നു. അവൾ ആരാണെന്ന് അറിയാൻ പോകുന്നു. വിവാഹവേദിയിൽ അവൾ വരൂ ശാസ്ത്രികളെ? അവൾ അവിടെ തന്നെ പ്രത്യക്ഷപ്പെടും. വീണ്ടും ശാസ്ത്രികൾ എന്തിനാ അത് ഓർമ്മപ്പെടുത്തുന്നത്? സഞ്ജു ശ്രീകുട്ടിയുടെ കഴുത്തിൽ താലി കിട്ടിയെന്നല്ലേ നമ്മൾ കരുതിയത്. ഇതങ്ങനെയല്ല അച്ഛ. ഇപ്പോഴും ആ കുട്ടിയുടെ കഴുത്തിൽ അവൻ കെട്ടിയ താലിയുണ്ടത്രേ. ഒന്നും അറിയാതെ ശാസ്ത്രികൾ അത് തന്നെ ആവർത്തിക്കൂ. താലികെട്ട സമയത്ത് ശാസ്ത്രികൾ പറഞ്ഞത് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പേരിലുള്ള വിശ്വാസം പോകുന്ന ശാസ്ത്രികൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. സഞ്ജു മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിട്ടുണ്ടെന്ന് ശ്രീദേവി വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാതെ എന്ത് ചെയ്യൂ അച്ഛ? അവനോടിത് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ? ശാസ്ത്രികളുടെ വാക്ക് ഇന്നോളം പിഴച്ചിട്ടില്ല. നമുക്ക് ആകെ സംശയം തോന്നിയത് സഞ്ജു ഒരു വിവാഹം കഴിച്ചെന്ന് ശാസ്ത്രികൾ പറഞ്ഞതാ. അത് ശ്രീകുട്ടിയാണെന്ന് ആശ്വസിക്കാനും നമ്മൾ ശ്രമിച്ചു. പക്ഷെ ശാസ്ത്രികൾ പറയുന്നത് വെച്ച് നോക്കുമ്പോ ആ പെൺകുട്ടി ശ്രീകുട്ടിയല്ല. ശ്രീകുട്ടിയുടെ കഴുത്തിൽ നമ്മൾ ആരും താലി കണ്ടിട്ടുമില്ല. കല്യാണം മുടക്കാനാണോ അവൾ വരുന്നത്? അല്ല, നമ്മളെ രക്ഷിക്കാനാണത്രേ. എന്ത് രക്ഷ?
അവൾ വന്ന് എങ്ങനെ രക്ഷിക്കുമെന്ന്? അതിന് നമ്മൾ ആപത്തിൽപ്പെട്ട് കിടക്കുകയാണോ ഒരാൾ വന്ന് രക്ഷിക്കാൻ? ഒന്നും എനിക്കറിയില്ല അച്ഛ. ശാസ്ത്രികൾക്ക് ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്നേ എനിക്ക് പറയാൻ കഴിയൂ. അദ്ദേഹം ദൈവജ്ഞനൊക്കെ തന്നെയാ. പക്ഷേ സഞ്ജു ശ്രീകുട്ടിയെ മറന്ന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് ശാസ്ത്രികൾക്ക് പറ്റിയ തെറ്റ് തന്നെയാ. മുഹൂർത്തത്തിന് അത് സമയമില്ല. അത് കഴിയുമ്പോൾ ശാസ്ത്രികൾക്ക് സ്വയം തെറ്റ് മനസ്സിലാകും. ശ്രീദേവി സമാധാനത്തോടെ ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാഗരാജാവ് കോപിക്കുമെന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ സർപ്പശാപവും വാങ്ങി ഇവിടുന്ന് പോയാൽ അത് മരണത്തെക്കാളും ഭയാനകമാണ്. അതുകൊണ്ട് തന്നെയാ പാപപരിഹാരം ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ച് അവിടെ തന്നെ നിന്നത്. പക്ഷെ എന്തോ ഭാഗ്യം, നാഗരാജാവ് നമ്മളോട് ക്ഷമിച്ചു. അത്ഭുതം തന്നെയാ. ഇത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ എന്റെ ആ ചിന്താഗതി ഒക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. പാർവതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പകല് നല്ല ധൈര്യത്തോടെ നാഗരാജാവിന് മുന്നിൽ കൈനീട്ടിയ പാർവതിക്ക് രാത്രി കറണ്ട് പോയപ്പോ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? പകല് കണ്ട ധൈര്യമൊന്നും അപ്പൊ കണ്ടില്ലല്ലോ. ഇരുട്ട് പേടിയാണോ? പക്ഷേ അപ്പൊ എനിക്ക് പേടി എന്നെ കുറിച്ചായിരുന്നില്ല, വിശാൽ സാറിനെ കുറിച്ചായിരുന്നു. കറണ്ട് പോയ സമയത്ത് വിശാൽ സാറിന് എന്തെങ്കിലും അപകടം ഉണ്ടായാലോ എന്നായിരുന്നു എന്റെ പേടി. എന്തപകടം? നിന്റെ നെറ്റിയിലെ ഈ സീമന്തരേഖയിലെ കുങ്കുമം മായാതിരിക്കാൻ നീ എന്ത് മരുന്നാണ് പുരട്ടാൻ പോകുന്നത്? നീ വിധവയാകും. നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും. എന്ത് അപകടം ഉണ്ടാവുന്ന പാർവതി കരുതിയത്? അത് കാടല്ലേ സർ, കാട്ടില് ധാരാളം ഇഴജന്തുക്കൾ ഉണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉപദ്രവിച്ചാലോ എന്ന് കരുതിയാ ഞാൻ സാറിനോട് ഞാൻ കാറി കയറാൻ പറഞ്ഞത്. ഓ, അത് ശരി. പാർവതിക്ക് എന്റെ കാര്യങ്ങളിൽ ഒരു കരുതലാണല്ലേ? പിന്നെ ഞാൻ എന്നും വിശാൽ സാറിനെ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കും. സാറിന് ഒരാപത്തും വരാതെ കാക്കേണ്ടത് എന്റെ കടമയാണ്. അതെന്റെ ഉത്തരവാദിത്വം. എന്റെ ജന്മ ഉദ്ദേശം പോലും അതാണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. പാർവതി, നമുക്ക് ഇങ്ങനെ ഇരുന്നാ മതിയോ? പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഇടയിലേക്ക് ഒരാൾ കൂടി വരണ്ടേ? ഒരു ജൂനിയർ വിശാല്, ഒരു ജൂനിയർ പാർവതി. ഇത് കേട്ടപ്പോ നാണം വരുന്നോ? പറയും. പാർവതിക്ക് ആൺകുഞ്ഞിനെയാണോ അതോ പെൺകുഞ്ഞിനാണോ ഇഷ്ടം? ഉദയനിരമ്മ അനുഗ്രഹിച്ചു തരുന്നത് ആണായാലും പെണ്ണായാലും നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കും. അതല്ലേ വേണ്ടത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
മോള് പേടിക്കണ്ട. ഞാനൊരു കള്ളനോ കൊള്ളക്കാരനോ കൊലപാതകയോ ഒന്നുമല്ല. ഒരു സാധുവാ. മോൾക്ക് എന്നെ വിശ്വസിക്കണം. മോളെന്താ ഒന്നും മിണ്ടാത്തത്? മോൾ എന്നോടൊപ്പം നിൽക്കില്ലേ? ശരി, ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിക്കാം. ഇതൊക്കെ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കാം. ഇതൊന്നും ഞാൻ ആരോടും പറയാനും പോകുന്നില്ല. പക്ഷെ എന്റെ അമ്മായിയമ്മ, ആ പ്രഭാവതി അമ്മയെ നിങ്ങൾ സൂക്ഷിക്കണം. അവരൊരു നിസ്സാരക്കാരിയൊന്നും അല്ല. ആരുടെയെങ്കിലും പേരിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിയ അവരത് വെറുതെ വിടില്ല. അത് ഓർമ്മ വേണം. പാർവതി, എന്താ അപ്പച്ചി? അല്ല, നിങ്ങളുടെ ഔട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ആ, എവിടേക്കാ പോയത്? കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയത്. നിങ്ങൾ അവിടെ വല്ല ഔട്ട് സ്റ്റേയും ചെയ്തായിരുന്നോ? എന്താ പറഞ്ഞേ? ഓ, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ എടുത്തു ചോദിച്ചത്. എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല. അപ്പച്ചിക്ക് എത്ര ഭാഷകൾ അറിയാം? ഒരു 3-4 ഭാഷ അറിയാം. അത്രയല്ലേ അറിയുള്ളൂ. ലോകത്തിലെ മുഴുവൻ ഭാഷകളൊന്നും അപ്പച്ചിക്ക് അറിയില്ലല്ലോ. അപ്പോ അറിവില്ലായ്മ അപ്പച്ചിക്കും ഉണ്ട്. അറിവില്ലായ്മ ഒരു കുറ്റമല്ല അപ്പച്ചി. അതുപോട്ടെ, അപ്പച്ചി എന്തായിരുന്നു ചോദിച്ചേ? ഔട്ട് സ്റ്റേ അങ്ങനെ എന്തോ അല്ലേ? അതെ. എന്ന് വെച്ചാൽ എന്താ? നിങ്ങള് പുറത്തെവിടെയെങ്കിലും റൂം എടുത്ത് താമസിച്ചോന്ന്. അല്ല, അത് മാത്രം അപ്പച്ചിക്ക് അറിഞ്ഞാ മതിയോ? അല്ല, എല്ലാം മൊത്തം ഒന്ന് വിശദമായിട്ട് പറയും. അപ്പച്ചി, നിങ്ങൾക്ക് നാണോ ഇല്ലേ? കുടുംബത്തിൽ പിറന്നവർക്ക് ചേർന്നതാണോ ഈ കുത്തിക്കിഴിച്ചുള്ള അന്വേഷണമൊക്കെ? ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ പുറത്തു പോവും. അവര് തമ്മില് പല സ്വകാര്യതകളും ഉണ്ടാവും. അത് ചോദിച്ചറിയാൻ നിൽക്കുന്നതേ തൊലിയൊളിപ്പില്ലാത്തവരാ. അന്തസ്സുള്ള ഭാര്യയും ഭർത്താവും അവരുടെ ജീവിത രഹസ്യങ്ങൾ മറ്റാരോടും പറയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ ഈ വീട്ടിൽ നിന്നും യാതൊരു കാരണവുമില്ലാതെ ഞാൻ ശ്യാമയെ ആട്ടിപ്പുറത്താക്കി അല്ലേ? അതാണല്ലോ നിങ്ങളുടെയൊക്കെ പരാതി. എന്നാലേ നമ്മുടെ ഈ കുടുംബം തകർക്കാൻ നടക്കുന്ന അവളെ ഞാൻ അവിടെ വെച്ച് കണ്ടു. ശ്യാമ ഇപ്പോഴും അവളുമായിട്ട് നല്ല അടുപ്പത്തില. ഞാൻ മാത്രമല്ല, ദേ അമൃതയും ഐശ്വര്യയും അവളെ ആ വീട്ടിൽ വെച്ച് കണ്ടതാ. എന്റെ കുടുംബം തകർക്കാൻ നടക്കുന്ന ഐശ്വര്യ. അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ എനിക്കൊന്ന് കാട്ടി തന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അവളെ ഇന്ന് ഞാൻ കണ്ടു. ഇനി അവളെ കാണുന്ന ആ നിമിഷം ഞാൻ അരുണിനെ അറിയിച്ചിരിക്കും, ഉറപ്പ്. ഐശ്വര്യ, ഇവിടെ അതല്ലല്ലോ വിഷയം. അക്കിക്ക് സുഖമില്ലാത്തല്ലേ?
പനി കുറവുണ്ടോ, ഹോസ്പിറ്റലിൽ പോയോ, അതറിയാനാ ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നേ. ഞങ്ങളല്ല, ഏട്ടൻ. ഏട്ടൻ വെറുതെ വിഷയം മാറ്റാൻ നിൽക്കണ്ട. ഞാൻ അവളെ ഇവിടെ ചിലരുടെ ജീവിതം തകർക്കാൻ നോക്കുന്ന അവളെ കണ്ടെത്തുന്ന അന്ന് എനിക്ക് ഏട്ടനോടും ചിലത് പറയാനുണ്ട്. നിങ്ങൾ അതും ഇതും പറഞ്ഞ സമയം കളയാതെ ഇപ്പൊ അഖിക്ക് എങ്ങനെയുണ്ട് അത് പറ. ഈ വീട്ടിൽ എന്റെ അടുത്തെത്തിയാൽ എന്റെ അഖിയുടെ അസുഖം എല്ലാം മാറും. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നില്ലേ? അതെങ്ങനെയാ? അവൾ അവനെ പിടിച്ചടക്കി വെച്ചിരിക്കല്ലേ. അപ്പൊ അവളെയും കൊണ്ട് വരാമായിരുന്നില്ലേ? കാര്യങ്ങളുടെ ഗൗരവം എന്താന്ന് ശരിക്കറിയാവുന്ന ആനന്ദേട്ടനാണോ ഇത് പറയുന്നേ? അവിടെ നമ്മുടെ അഖീശാമ, ഇവിടെ നമ്മളെല്ലാവരും ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ എത്ര ദിവസമായി വേദനിക്കുന്നു. ഇനിയെങ്കിലും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനെന്താ വേണ്ടത് അത് തീരുമാനിക്കേണ്ടത് താനാ. ഓർത്തോ? എന്താ, നീയും അവരോടൊപ്പം പോകുന്നില്ലേ? കേട്ടില്ലേ? ഇപ്പൊ എല്ലാത്തിനും തെറ്റുകാരി ഞാനാ, ഞാൻ മാത്രം. ഒന്ന് മാത്രം ഞാൻ പറയാമേ, അമ്മ ചെയ്തതാ ശരി. എന്ത് വന്നാലും എന്നും എപ്പോഴും ഞാൻ അമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ടാവും, ഉറപ്പ്. നീ എന്റെ വയറ്റിൽ പിറന്നിട്ടില്ലെന്നേ ഉള്ളൂ. ശരിക്കും നീയാ എന്റെ മോള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ ഇതാണല്ലേ പരിപാടി. എന്റെ ശ്യാമച്ചയുടെ ക്ലാസ് വിളിക്കാനാണ് നോക്കുന്നല്ലേ? അത്രയ്ക്കായോ? ഇന്ന് ജയന്തി ഏട്ടത്തി അനുഭവിക്കാൻ പോകുന്ന. കാണിച്ചു തരാം. എടി പാട്ടുകാരി ശ്യാമേ, ഇന്ന് ഞാൻ തീർത്ത് തരാടി നിന്റെ ഒരു ശരീരമപ്പ. എടി ശ്യാമേ, ദാ പിടിച്ചോ. തീർത്തരാം.
എല്ലാം പറയാം. ചിരിച്ചിരിച്ച് വയ്യ. അപ്പൊ കാര്യം പറഞ്ഞേ. അപ്പൊ നീ കാര്യം എന്താന്ന് പറ. എന്റെ ചേച്ചിയുടെ ക്ലാസ് കൊടുക്കുന്നത് ഈ ഏട്ടത്തിയാ. ചേച്ചി പുകയ്ക്കുന്നതാ. ഞാൻ കാണിച്ചു തരാം. ദാ അവിടെ കണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, എന്താ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? എന്തെങ്കിലും കാര്യമായിട്ട് പറയാനുണ്ടോ? പറയാനുണ്ട്. കേൾക്കുമ്പോ ചിലപ്പോ കളിയായിട്ട് തോന്നുമെങ്കിലും കാര്യഗൗരവമുള്ള ഒരു സംഗതി പറയാനാ ഞാൻ പ്രസാദേട്ടനെ ഈ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. കളിയായാലും കാര്യമായാലും അഞ്ജലിക്ക് എന്നോട് എന്തും പറയാം. അതിന് പ്രത്യേകിച്ച് ഇങ്ങനൊരു മുഖവരുടെ ആവശ്യമില്ല. എത്ര മുഖവരയുണ്ടെങ്കിലും പറയാൻ അല്പം മടിയുള്ള ഒരു വിഷയമാണ് പ്രസാദേട്ട. അഞ്ജലി വളച്ചു കെട്ടാത്ത കാര്യം പറയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ടെൻഷൻ ഇല്ലാതെ നിൽക്കായിരുന്നു. പറയാം. പക്ഷെ ഞാനത് പറഞ്ഞാൽ പ്രസാദേട്ടന്റെ ഇപ്പോഴുള്ള ടെൻഷൻ കൂടുമോ എന്നുള്ള ഭയം എനിക്ക്. ശരി, ഏതായാലും ഞാനിനി കൂടുതൽ വളച്ചു കെട്ടാതെ കാര്യം പറയാം. എന്റെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായൊരു തീരുമാനം ഞാൻ ഇന്നലെ രാത്രി കൈക്കൊണ്ടു. ആ തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ എനിക്ക് പ്രസാദേട്ടന്റെ സഹായം ഉണ്ടായാലേ പറ്റൂ. ഓ, ഇത്രയുള്ളോ? അഞ്ജലിക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് ഞാൻ ഇതേ അമ്പലനടയിൽ വെച്ച് മുമ്പൊരിക്കൽ തന്റെ കൈപിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞതാ. അഞ്ജലിക്കും കുടുംബത്തിനും എന്ത് ആവശ്യം ഉണ്ടായാലും എന്ത് പ്രശ്നം നേരിട്ടാലും അതെന്നോട് പറയണം. കുടുംബത്തിൽ ഒരാളായി തന്നെ ഞാൻ അതിന്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കും. വാക്കാണല്ലോ. അതെ, ഇത് പ്രസാദിന്റെ വാക്കാ. തനിക്ക് വിശ്വസിക്കാം. എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചല്ലോ പ്രസാദേട്ടാ? ഒന്നിക്കാനോ? എന്ന് വെച്ചാ നമുക്ക് വിവാഹം കഴിക്കാം. എന്തു പറയുന്നു? ശരി, ആയിക്കോട്ടെ. അഞ്ജലിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചോളെ. വാ, നമുക്ക് പോയൊരു താലിമാല വാങ്ങി വരാം. വാ. പ്രസാദേട്ടാ, പ്ലീസ്, ഞാൻ തമാശ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇന്ന് പെട്ടെന്ന് ഇവിടെ ആരെ അറിയിക്കാതെ, ആരോടും ചോദിക്കാതെ, ഭഗവാനെ മാത്രം സാക്ഷി നിർത്തി നമ്മൾ ഇവിടെ വെച്ച് കല്യാണം കഴിക്കുന്നു. എന്താ, സമ്മതമാണോന്ന് പറ. എന്ന് ചോദിച്ചാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അഞ്ജലി. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? വിവാഹം പലപ്പോഴും ആഗ്രഹത്തിന്റെ പേരിലും പ്രണയത്തിന്റെ പേരിലും ഒക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പ്രസാദേട്ടനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിന്റെ പുറത്താണ്. നമ്മൾ ഇന്നിവിടെ വിവാഹിതരായ ഒരുപക്ഷെ ആരതിയും മുരളിയെ ഒന്നിപ്പിക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ടാ ഇതൊരാവശ്യത്തിന്റെ പേരിലുള്ള വിവാഹമാണെന്ന് ഞാൻ പറയുന്നത്. പ്രസാദേട്ടന്റെ ഇഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ എനിക്കറിയാം. അതെല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനൊരു ആവശ്യം പറയുന്നതില് വിഷമമൊന്നും തോന്നരുത്. പ്രസാദേട്ടൻ എന്ത് തീരുമാനിച്ചാലും എനിക്കതില് വിഷമമൊന്നുമില്ല.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മിസ്റ്റേര് പൂജ. അയ്യോ, താലി പൂജ കത്തിക്കേറുന്നുണ്ട്. മേഘ സാറ് യുദ്ധം ജയിച്ചാ മതിയായിരുന്നു. ഭഗവാനെ, നിനക്കെന്താടാ തലയ്ക്ക് ഓളമായോ? നീ എന്തിനാ നിന്നിങ്ങനെ പെരുകുന്നത്? പെട്ടെന്ന് ബാരിക്കേഡിന്റെ പിന്നിലൊരു മിസൈൽ വീണതുപോലെ ചെറിയൊരു ഞെട്ടലും വീർപ്പൂട്ടലും വന്നതാ. സോറി സാറ്, ക്ഷമിച്ച് മാപ്പാക്കണം. കോർട്ട് മാർഷൽ വിധിച്ചുകളായിരുന്നു. ഇത് വെറും കോർട്ട് മാർഷൽ അല്ല, ഹാങ്ങിങ് ഡെത്താ നിനക്ക് ഞാൻ വിധിക്കാൻ പോകുന്നത്. എന്റെ രാധയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഈ ചടങ്ങൊക്കെ. ആ പൂജയ്ക്ക് തടസ്സമാവാതെ മിണ്ടാതെ ഇവിടെ നിന്നോണം താൻ. അല്ല സാറേ, എന്റെ പട്ടാള ചിന്തയിൽ സംശയത്തിന്റെ ഒരു ഡ്രോൺ കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊന്ന് ചോദിച്ചോട്ടെ. എന്ത് സംശയം? സാറ് ഇങ്ങനെ നാഴികയ്ക്ക് 40 തൊട്ട് രാധ എന്ന് നാമം ജപിച്ച് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ഈ രാധ ഓൾറെഡി വേറെ വിവാഹം കഴിച്ചിട്ട് സാറിന് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പറഞ്ഞോ? മേഘനാഥ, വേണ്ട. ഈ പൂജ നടക്കുന്നോണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഇനി അഥവാ അവൾ അങ്ങനെ ആരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെയും കൊല്ലും. നോക്കിക്കോ. എന്നിട്ട് അവളെ സ്വന്തമാക്കും. രാധ മേഘനാഥനുള്ളതാ. മറ്റൊരാൾ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് നോക്കിയാൽ പോലും അവന്റെ അവസാനമായിരിക്കും. അവസാനം. പൂജ നടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.